നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഏറ്റവും സുരക്ഷിതമെന്ന് ലോക ജനത അടിവരയിട്ട് പറയുന്ന UAE-യിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഏറെ ഞെട്ടിക്കുന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. വർഷാരംഭത്തിൽ തന്നെ UAE-യിലേക്ക് ഡ്രോണുകൾ അയച്ച് ആക്രമണം ഉണ്ടാക്കിയതിന് പിന്നാലെ തുടരെ ആക്രമണങ്ങൾക്ക് പദ്ധതിയിടുകയായിരുന്നു ഹൂതികൾ. ഇത്തരത്തിൽ തുടരെ ആക്രമണങ്ങൾ നടത്തിയത് UAE സധൈര്യം ചെറുക്കുകയായിരുന്നു. എന്നിരുന്നാൽ തന്നെയും വീണ്ടും ആക്രമിക്കും എന്ന് മുന്നറിയിപ്പ് നൽകിയ ഹൂതികളെ വെറുതെ വിടില്ലെന്ന് സൗദിയും UAE-യും ഒരേ സ്വരത്തിൽ പറയുകയാണ്. ഇപ്പോഴിതാ ഏറെ അമ്പരപ്പിക്കുന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. യമനിലെ ഹൂതികൾക്കെതിരായ നീക്കത്തിന്റെ ഭാഗമായി അമേരിക്കൻ സൈനിക വിമാനങ്ങൾ UAE-യിൽ എത്തിയതായി റിപ്പോർട്ട്. അമേരിക്കയുടെ സഹായം നേരത്തെ തന്നെ UAE ആവശ്യപ്പെട്ടിരുന്നു. ഹൂതികൾ സൗദിക്ക് പുറമെ UAE-യിലേക്ക് മിസൈൽ ആക്രമണം തുടങ്ങിയ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ സഹായം തേടിയത്. അമേരിക്കയുടെ യുദ്ധവിമാനങ്ങളും സൈനികരും അബുദാബിയിലെ അൽദഫ്ര വ്യോമതാവളത്തിലെത്തിയിരിക്കുകയാണ്. എത്ര യുദ്ധവിമാനങ്ങളാണ് എത്തിയത് എന്ന് വ്യക്തമല്ല. ഈ വ്യോമതാവളത്തിൽ നേരത്തെ 2000 അമേരിക്കൻ സൈനികരുണ്ടെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇവരാണ് കഴിഞ്ഞ മാസം വന്ന ഹൂതികളുടെ മിസൈലുകൾ നശിപ്പിച്ചത്. പാട്രിയറ്റ് മിസൈൽ പ്രതിരോധ കവചം ഉപയോഗിച്ചാണ് ഹൂതികളുടെ മിസൈൽ തകർത്തത്. 2003-ലെ അമേരിക്കയുടെ ഇറാഖ് അധിനിവേശത്തിന് ശേഷം ഗൾഫിൽ വെച്ച് അമേരിക്കൻ സൈന്യം ആദ്യമായിട്ടാണ് പാട്രിയറ്റ് കവചം ഉപയോഗിച്ചത്. എത്ര യുദ്ധവിമാനങ്ങൾ എത്തി എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തോട് സൈനിക ഉദ്യോഗസ്ഥർ ഇതുവരെ പ്രതികരിച്ചില്ല. സുരക്ഷയുടെ ഭാഗമായി രഹസ്യ നീക്കമാണ് നടക്കുന്നതെന്നാണ് ലഭ്യമാക്കുന്ന വിവരം. ഇതിനോടകം തന്നെ അൽദഫ്ര വ്യോമത്താവളത്തിൽ 6 അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ തമ്പടിച്ചതിന്റെ ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ വിമാനങ്ങൾ പ്രവർത്തിപ്പിക്കാനുള്ള സൈനികരുമുണ്ട്. വെർജീനിയയിലെ സൈനിക കേന്ദ്രത്തിൽ നിന്നാണ് US വിമാനങ്ങൾ UAE-യിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. F-22 യുദ്ധവിമാനങ്ങളാണ് വിന്യസിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. കൂടാതെ US നാവികസേനാ കപ്പലും അബുദാബിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ UAE കിരീടാവകാശി മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനും അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിനും തമ്മിൽ ചർച്ച നടത്തിയതിന് പിന്നാലെയാണ് യുദ്ധവിമാനങ്ങൾ അമേരിക്കയിലേക്ക് അയച്ചത്. UAE-ക്ക് നേരെ ഹൂതികൾ കഴിഞ്ഞ മാസം 3 ആക്രമണങ്ങളാണ് നടത്തിയത്. ഇതിൽ ഇന്ത്യക്കാരുൾപ്പെടെ 3 പേർ കൊല്ലപ്പെട്ടിരുന്നു. ആയതിനാൽ തന്നെ ഹൂതികളുടെ നീക്കങ്ങൾ അമേരിക്ക സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ്. 2015-ലാണ് സൗദിയുടെ നേതൃത്വത്തിലുള്ള അറബ് സഖ്യസേന യമനിൽ ഇടപെട്ടത്. അതേസമയം സൗദിയുടെ നേതൃത്വത്തിലുള്ള അറബ് സഖ്യസേനയുടെ ഭാഗമാണ് UAE. സൗദിക്ക് നേരെയും ഹൂതികൾ ആക്രമണം നടത്തുന്നത് പതിവാണ്. 2 ദിവസം മുമ്പ് അബഹ വിമാനത്താവളം ആക്രമിക്കുകയുണ്ടായി. ഇതിൽ ഒരു ഇന്ത്യക്കാരൻ ഉൾപ്പെടെ 12 പേർക്ക് പരിക്കേറ്റു. എല്ലാവരും വിദേശികളാണെന്നാണ് സൂചന. ഡ്രോൺ ആക്രമണമാണ് നടന്നതെന്ന് അൽ അറബിയ റിപ്പോർട്ട് ചെയ്തു. ഡ്രോൺ സൈന്യം തകർത്തെങ്കിലും ഇതിന്റെ ഭാഗങ്ങൾ തട്ടിയാണ് 12 പേർക്ക് പരിക്കേറ്റത്. ഇതിന് പിന്നാലെ ജോ ബൈഡൻ സൗദി രാജാവ് സൽമാനുമായി ഫോണിൽ സംസാരിക്കുകയുണ്ടായി. ഹൂതികളുടെ ആക്രമണത്തിൽ സൗദിക്ക് എല്ലാവിധ പിന്തുണയും നൽകുമെന്ന് അദ്ദേഹം ഉറപ്പും നൽകി. ഗൾഫിലെ അമേരിക്കയുടെ സഖ്യരാജ്യങ്ങളാണ് സൗദിയും UAE-യും. ആയതിനാൽ തന്നെ ഇതിനെ വളരെയേറെ ജാഗ്രതയോടെയാണ് ഗൾഫ് രാഷ്ട്രങ്ങൾ ഉറ്റുനോക്കുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.